അയ്യോ! കുഞ്ഞിന് കുപ്പിയിലാണോ പാല് കൊടുക്കുന്നേ? ഈ ചോദ്യം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അവര് ചോദിക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഒരു 2 മാസം വരെ കുഞ്ഞിന് കുപ്പിയിലെ പാല് കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിപ്പിൾ കൺഫ്യൂഷൻ, കുഞ്ഞിന് ബോട്ടിലിന്റെ നിപ്പിളിൽ നിന്ന് ഫാസ്റ്റ് ഫ്ലോയിൽ പാല് കിട്ടി തുടങ്ങുമ്പോൾ അമ്മയുടെ ബ്രസ്റ്റിൽ നിന്ന് പാല് കുടിക്കാനായിട്ടൊരു മടിയുണ്ടാവും. ബ്രസ്റ്റ് ഫീഡിങ്ങിന് അത് എഫക്റ്റ് ആയി തുടങ്ങും. അപ്പൊ ഐഡിയലി ഒരു 6 to 8 weeks, അതായത് 2 മാസം കഴിഞ്ഞിട്ട് ഒരു സേഫ് സ്പോട്ടാണ് നമുക്ക് ബോട്ടിൽ ഫീഡ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ബോട്ടിൽ നിന്ന് വലിച്ചു കുടിക്കുമ്പോൾ കുഞ്ഞ് കൂടുതൽ ഗ്യാസ് വലിച്ചു കയറ്റാനും അതിൽ നിന്ന് കോളിക് ഇഷ്യൂസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ബോട്ടിൽ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ കുഞ്ഞിന് ടോപ്പ് അപ്പ് ഫീഡ് കൊടുക്കാന്നല്ലേ? അതിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സാധാ ഡ്രോപ്പർ യൂസ് ചെയ്യാം, സ്പൂൺ യൂസ് ചെയ്യാം. ഏറ്റവും കൺവീനിയന്റ്, ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്നതും പാലടയാണ്. ഇത് സിലിക്കോൺ പാലടയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തന്നെ സ്റ്റീലും അവൈലബിൾ ആണ്. എനിക്ക് കുറച്ചുകൂടി സിലിക്കോൺ ആണ് കൺവീനിയന്റ് ആയിട്ട് തോന്നിയത്. ഇത് നമുക്ക് സാധാ ബോട്ടിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യാം. 2 മാസം വരെ ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി 2 മാസം കഴിഞ്ഞ് ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ ജസ്റ്റ് മെഡിക്കൽ ഷോപ്പിൽ പോയി കൈ കിട്ടുന്ന ബോട്ടിൽ ഉപയോഗിച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബോട്ടിൽ എന്നുള്ളതിലുപരി അതിന്റെ നിപ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും സ്ലോ ഫ്ലോ ആയിട്ടുള്ള നിപ്പിൾ ആയിരിക്കണം. ഇപ്പൊ ഇതുപോലെ ഡോക്ടർ ബ്രൗൺസിന്റെ ഒക്കെ സ്റ്റേജ് 1 അല്ലെങ്കിൽ പ്രീമി നിപ്പിൾസ് കിട്ടും. അതിന്റെ ഹോള് ഭയങ്കര ചെറുതായിരിക്കും. കുഞ്ഞ് ബ്രസ്റ്റിൽ സക്ക് ചെയ്യുന്ന പോലെ തന്നെ എഫേർട്ട് എടുത്താൽ മാത്രമേ പാല് കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു നിപ്പിൾ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രിഫറൻസ് നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ കുഞ്ഞിന്റെ ഏജ് അനുസരിച്ചിട്ട് ഓരോ സ്റ്റേജ് മാറി വേണം നമ്മൾ ബോട്ടിൽ ഫീഡിന് നിപ്പിൾ യൂസ് ചെയ്യാനായിട്ട്.